എന്തൊക്കെയുണ്ട് വിശേഷം എന്നല്ലേ? നമുക്ക് പതിവ് പോലെ തന്നെയുള്ള കുറച്ച് വിശേഷങ്ങളാട്ടോ ഇന്ന് എനിക്ക് പറയാനുള്ളത്. ഞാനിന്ന് പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് ചീര കൂടുതൽ തന്നെ അരിഞ്ഞെടുക്കുന്നുണ്ട്. നമുക്ക് പണിസ്ഥലത്തേക്ക് കറി വയ്ക്കാൻ കൊടുക്കണം. കൂടെ തന്നെ എനിക്കിത് പുറത്തേക്ക് പോകേണ്ട ദിവസമാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചീര എടുത്ത് ഞാൻ ചീരത്തോരനും അതേപോലെ തന്നെ മോര് കാച്ചി പിന്നെ നമ്മുടെ പീച്ചിങ്ങ പൊട്ടിച്ച് ഒരു മെഴുക്ക് പൂട്ടും കൂടി ഉണ്ടാക്കിയിട്ടാണ്. എന്നിട്ട് ഇത് വീണ്ടും പറമ്പിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ കോഴികൾക്കുള്ള കുറച്ച് ചീര അരിയാൻ വേണ്ടിയിട്ട് കതിര് വന്നിട്ടുള്ള ചീരയൊക്കെ നമ്മൾ കോഴികൾക്കാണല്ലോ കൊടുക്കുക. അങ്ങനെ ഞാനിത് കുറച്ച് ചീരയൊക്കെ അരിഞ്ഞ് നമ്മളിത് അവിടെ നിങ്ങൾ പോരാണ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഇപ്പം കാണാൻ ഭയങ്കര ഭംഗിയാണ്. വേറെ ഒന്നല്ല, ചാമ്പ നിറച്ച് പൂവുണ്ടായി തുടങ്ങി. അപ്പോൾ ആ പൂ കൊഴിഞ്ഞ് താഴെയും കുറേ വീഴും. അതേപോലെ തന്നെ ചാമ്പയുടെ മുകളിലേക്ക് നോക്കിയാൽ തന്നെ കാണാൻ നല്ല ഭംഗി, നല്ല പിങ്ക് കളറിൽ സൂര്യോദിച്ച് നിൽക്കുന്ന പോലെ നല്ല ഭംഗിയായിട്ട് ഈ പൂ കാണാൻ. പിന്നെ തേൻ കുടിക്കാൻ വരുന്ന അണ്ണാനും ഒക്കെ കാണാം കേട്ടോ. നല്ല കുട്ടികളായിട്ട് ഇരിക്കണമെന്ന് പറയാനാ വിളിച്ചേ. കല്യാണം കൂട്ടിയുണ്ട് തൊട്ടു, ആറ്റിമോനെ തൊട്ടു, നടേ എല്ലാവരും തൊട്ടു കേട്ടോ. ഒരു പുഞ്ഞി ദൈവമുള്ള കുശുമ്പ് കണ്ട ഇവിടെ കല്യാണിയിലെ ഒരാളെ സ്നേഹിക്കാൻ സമ്മതിക്കില്ല. അതാ അവളുടെ സാമർത്ഥ്യം. ശരി ശരി ഓക്കെ. ഇവളിങ്ങനെ ഒരു കുറുമി പെണ്ണ എന്താ ചെയ്യാ കണ്ടോ. മറന്നോണ്ട് മോനാണെങ്കിലോ ഇങ്ങനെ ഇടി കൂടി വരുന്നില്ല. അവനെ കണ്ടറിഞ്ഞ് ചെല്ലണം. അവൻ നോക്കിയിരിക്കുന്നു നമ്മുടെ മുഖത്തേക്ക്. കല്യാണി കുട്ടി സുന്ദരി മോള്. അമ്മയുടെ മോളാണ്. ഇനി നല്ല കുട്ടിയായിട്ട് ഇരുന്നോളാട്ട്. ഇവരൊക്കെ നോക്കിയോളോട്ടെ. കല്യാണി മോളെ നോക്കിയാ വിഷമിച്ചിരിക്കണേ. പിന്നെ പുറത്തൊക്കെ പോയിട്ട് വീണ്ടും ഞാനിത് നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ മുളക്, ഭാസ്കര മുളക് നന്നായിട്ട് കുറച്ചൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ പൊട്ടിക്കാനായിട്ട്. അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പൊട്ടിക്കാനുണ്ടായിരുന്നു നമ്മുടെ നിത്യവൈദ്യനികയായിരുന്നു. അപ്പോൾ അതും പൊട്ടിച്ചെടുത്ത് നല്ല ഭംഗിയുണ്ടല്ലേ, പച്ചയും ചുവപ്പും രണ്ട് കളറായിട്ട് കാണാൻ തന്നെ. പിന്നെ അത് വീണ്ടും അവിടുത്തെ പറമ്പിലേക്ക് പോയി ഷായിട്ടിന് അവിടെ നമ്മുടെ പടവലങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഒരു പന്തലൊക്കെ ഇടുന്നുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ നമ്മുടെ എന്താ പറയുക ബീട്രൂട്ടിൻ്റെയും അതേപോലെ തന്നെ ക്യാരറ്റിൻ്റെയൊക്കെ ഇടയിൽ കുറച്ച് പുല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറിച്ചെടുത്തു. അപ്പോഴേക്ക് ഷായിട്ട് കുറച്ച് ചേമ്പൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പറിച്ചെടുത്ത് തന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ച് വൈകിട്ട് തന്നെ അവിടുത്തെ പറമ്പിൽ പണിയാനൊക്കെ ആയിട്ട് നിന്നു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളോട്ട് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.